നമ്മുടെ പാലക്കാട് നൈറ്റ് ലൈഫ് വന്നിരിക്കുകയാണ്. വേറെ എവിടെയല്ല, നമ്മുടെ പാലക്കാട് മിഷൻ സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ പഴയ പാർക്ക് ഉണ്ടായിരുന്നത് ഇപ്പോൾ നൈറ്റ് ലൈഫ് ആയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവരോട് തന്നെ എങ്ങനെയാണ് അഭിപ്രായം കാര്യമൊക്കെ നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാം. പാലക്കാടുകാർക്ക് ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷേ ഇതൊരു 8 മണി 9 മണി വരെയൊക്കെ ഇവിടെ ഇപ്പോൾ ചിലവർ നിൽക്കുന്നതാണല്ലോ. പക്ഷേ ഇത് എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിച്ച് അതൊരു ഫുൾ ടൈം ആക്കി തീർക്കണം എന്നാണ്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിംസിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അത് കുട്ടികൾ മാത്രമായിട്ട് കളിച്ചിട്ടും മറ്റുള്ളവരത് മിസ്യൂസ് ചെയ്യാതെ നോക്കുക. അത് അവർക്ക് വേണ്ടിയിട്ട് ഒരു എൻ്റർടൈൻമെൻ്റ് ആണല്ലോ. പോരാത്തന്നെ ഇനിയിപ്പോൾ കുറച്ച് ഡെവലപ്പ് വരാനുണ്ട്. എന്തെങ്കിലും ഗെയിംസോ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിലുള്ള എപ്പോഴും ഒരു സ്ട്രെസ്സിൻ്റെ ഇടയിൽ, നമ്മുടെ ഈ വർക്കിൻ്റെ ഒക്കെ സ്ട്രെസ്സിൻ്റെ ഇടയിൽ കുറച്ചുകൂടെ എല്ലാവർക്കും അതൊരു എൻജോയ് ചെയ്യാനൊരു അടിപൊളിയാണ്. 24 മണിക്കൂർ വന്നിരിക്കുക, രാത്രിയൊക്കെ വന്നിരിക്കാം അല്ലേ? എന്താണ് എക്സ്പെക്ടേഷൻ ഒക്കെ? എന്താണ് നൈറ്റ് ലൈഫിൻ്റെ? നല്ല രസമുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഫ്രീ ആയിട്ട് വന്നിരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നല്ല രസമുണ്ട്. എല്ലാവർക്കും കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും വന്നിരിക്കാമല്ലോ. അടിപൊളിയാണ്. കാരണം നമ്മൾ ഫാമിലി ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്പോട്ടാണ് പാലക്കാടിൽ. ഇങ്ങനത്തെ ഒരു സ്പോട്ട് അത്യാവശ്യമായിരുന്നു, നമുക്ക് ഒരുക്കി തരാൻ പറ്റിയിട്ടുണ്ട്. ഇവർക്ക് സന്തോഷമുണ്ട്. വളരെ പുതിയൊരു അനുഭവമാണ് ഇത് മുമ്പ് ഇങ്ങനെയൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ കുറേ ആൾക്കാർ വരുന്നുണ്ട്, എല്ലാവരും എൻജോയ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കണം. പക്ഷേ കിഡ്സിന് മാത്രം ഒരു സെക്ഷൻ പോലെ തോന്നി. കുറച്ച് ബെറ്റർ ആക്കണം എന്ന് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ചേച്ചി എങ്ങനെയുണ്ട് നൈറ്റ് ലൈഫ്? നല്ലതാണ്. പാലക്കാട് അടിപൊളിയായിട്ട് ഒന്നും കൂടി നൈറ്റ് ലൈഫൊക്കെ ആയിട്ട് നന്നായിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വരണം. നമ്മുടെ നാട്ടിലെങ്ങനെ വിജയിക്കോ? സംഭവം വിജയിക്കോ? സേലത്തുനിന്നാ വരുന്നത്. ഞങ്ങൾക്ക് ഇത് ആദ്യമായിട്ട് കാണുമ്പോൾ നല്ല ഇഷ്ടമായി, സുഖമായിട്ട്, മനസ്സിന് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, മനസ്സ് റിലാക്സേഷൻ നമുക്ക്. അടിപൊളിയാണ്. സംഭവം ക്ലിക്കാവോ? ഇതിന് മുമ്പ് ഇവിടെ ആദ്യമായിട്ടാണ് പാലക്കാട് അല്ലേ? ഇവിടെ ആദ്യമായിട്ട്. ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണ്. കച്ചവടമൊക്കെ എങ്ങനെ? സെറ്റാണ് അല്ലേ? ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സംഭവം പാലക്കാട് ഇല്ലല്ലോ. സംഭവം കളിക്കും. ഷെയറാണ്. ചേട്ടാ ഇഷ്ടപ്പെട്ടോ നൈറ്റ് ലൈഫ്? കുഴപ്പമില്ല. നമ്മുടെ നാട്ടില് ക്ലിക്കാവോ ഇത്? തോന്നുന്നത് കുട്ടികൾക്കൊക്കെ നല്ല ആണ്. കുട്ടികൾക്ക് വന്നിരിക്കാൻ പറ്റിയതാണ്. എന്തെങ്കിലും സജഷൻ ഉണ്ടോ? ഇനി എന്തെങ്കിലും അഡീഷണൽ വേണമെന്ന് അങ്ങനെയൊക്കെ എന്തെങ്കിലും സജഷൻ ഉണ്ടോ? അഡീഷൻ കുറച്ചുകൂടി അട്രാക്ഷനുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും തോന്നുന്നു. നന്നായിരിക്കും. കുഴപ്പമില്ല. പക്ഷെ ഇവിടെ മറ്റേ ഇതിൻ്റെ പക്ഷികളുടെ കാഷ്ടം വീഴും. അതുപോലെ ഇവിടെ ഭയങ്കര കൊതുകുള്ള പാലക്കാട് പൊതുവെ ഈ പൊടിൻ്റെ പൊല്യൂഷൻ പുല്ലെന്തെങ്കിലും പിടിപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും അല്ലേ? കുട്ടികൾക്കൊക്കെ വന്നിരിക്കാമല്ലോ അല്ലേ? കുട്ടികൾക്ക് വന്നിരിക്കാം. മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവും. അതെ, മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആകും. നമ്മുടെ ഒരു മൈൻഡ് നന്നായിട്ട് ഇത് ചെയ്യും. പക്ഷേ നമുക്കിവിടെ കൊതുകിൻ്റെ ഭയങ്കര ശല്യമുണ്ട് ഇവിടെ. പൊതുവെ പാലക്കാട് മന്ദിരമുള്ളൊരു സ്ഥലമാണ്. അതെ. അത് ഈ കൊതുകിന് ശല്യം കുറച്ചുകൂടെ മാറ്റി കഴിച്ചാൽ നന്നായിരിക്കും. പിന്നെ മുനിസിപ്പാലിറ്റി ഇങ്ങനെ ഒരു അന്തരീക്ഷം അങ്ങനെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നേരം പോക്കിന് വേണ്ടി ഇങ്ങനെ ഒരു സൗകര്യമാക്കിയത് വളരെ വലിയൊരു കാര്യമാണ്. മുനിസിപ്പാലിറ്റിയല്ലേ ചെയ്തത്, മുനിസിപ്പാലിറ്റിയുടെ ഭാഗമാണത്. എന്തായാലും അത് വളരെ നല്ലൊരു കാര്യമാണത്. ചേച്ചിക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടോ? എന്തെങ്കിലും എക്സ്ട്രാ വരണം എന്നുണ്ടോ? ഇല്ല. ഇനിയും നല്ല റോഡ് ഇതൊക്കെ നല്ല വൃത്തിയായി എല്ലാം നന്നായി എടുക്കട്ടെ. കുട്ടികൾക്ക് ചാടി കളിക്കാനും നല്ലതാകട്ടെ. നല്ലൊരു പരിപാടിയാണ്. എന്തായാലും ചെയ്തത് നല്ല കാര്യമാണ്. കാശെടുക്കാൻ വേണ്ടി ഇറങ്ങിയാണ്.